നമുക്ക് സസ്പെൻഷനുകളെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. 2 ടൈപ്പ് സസ്പെൻഷൻസാണ് നമുക്കിപ്പം നിലവിൽ ഈ ഒരു കാലഘട്ടത്തിലായിട്ടുള്ളത്. എയർ സസ്പെൻഷനും അതേപോലെ നോർമൽ ഹൈഡ്രോളിക് സസ്പെൻഷനും നോർമൽ സസ്പെൻഷനും അതേപോലെ എയർ വഴി വർക്കാവുന്ന ഷോക്കുകളുമുണ്ട്. നോർമൽ സസ്പെൻഷൻ എന്ന് പറയുമ്പം ഒരു ഷോക്ക് അബ്സർ ഉണ്ടാവും. അതിന് കോയിൽ സ്പ്രിങ് ആയിരിക്കും അതിൻ്റെ ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. എയർ സസ്പെൻഷൻ എന്ന് പറയുമ്പം ഈ ടൈപ്പ് ഓരോ ബ്ലാഡേഴ്സ് എയർ ഫില്ല് ചെയ്യുന്ന ബലൂൺസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് കോയിൽ സ്പ്രിങ്ങിന് പകരം എയർ ബലൂണാണ് വണ്ടിനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. അതൊരു ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ ഓപ്പറേറ്റഡ് ആണ് ആ എയർ സസ്പെൻഷൻസ് വർക്കാവുക. കൂടുതലും പ്രീമിയം ലക്ഷറി കാറുകളിലാണ് നമ്മുടെ ഈ എയർ സസ്പെൻഷൻ കമ്പനി സ്റ്റോക്കായിട്ട് ഇറങ്ങുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ നമുക്ക് ആൾട്രേഷനായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഏത് വണ്ടികൾക്കും നമുക്ക് സെറ്റ് ചെയ്യാം. അത് എക്സ്ട്രാ ഫിക്സ് ചെയ്യുന്ന ആൾക്കാരുകളും ഉണ്ട്. ഇതൊരു സ്വിച്ച് കൺട്രോളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഹൈ, ലോ, നോർമൽ അങ്ങനെ ഓരോ സ്റ്റേജായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഓഡി A6, ബെൻസ് എസ് ക്ലാസ്, GL, അതേപോലെ ലാൻഡ് ക്രൂയിസർ, ലെക്സസ് അങ്ങനത്തെ കൂടിയ വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും ഈ എയർ സസ്പെൻഷൻ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഒരു എയർ കംപ്രസർ ഉപയോഗിച്ച് 4 വീലിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തും വരുന്ന എയർ ബലൂൺസ് ഉപയോഗിച്ച് വണ്ടീനെ ലിഫ്റ്റ് ചെയ്യുകയും അതേപോലെ ഡൗൺ ചെയ്യുകയും ചെയ്ത് അങ്ങനെയാണ് ഈ എയർ സസ്പെൻഷൻ്റെ ഫംഗ്ഷൻ വർക്കാവുന്നത്. അതിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഓരോ സ്വിച്ചസും ഉണ്ടാവും. അതിനൊക്കെ സെപ്പറേറ്റ് കൺട്രോൾ യൂണിറ്റ്സ് ഉണ്ടാവും, ലെവൽ സെൻസേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമാണ് ഈ എയർ സസ്പെൻഷൻ ഫങ്ഷൻസ് വർക്കാവുകയുള്ളൂ. എയർ സസ്പെൻഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഫോൾട്ടുകൾ വന്നാൽ നമ്മുടെ ക്ലസ്റ്ററുകൾ, അതായത് ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കുകയും അത് ഫങ്ഷൻ കട്ട് ഓഫ് ആവുകയും ചെയ്യും. അതിനുശേഷം അത് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ നോക്കിയതിന് ശേഷം അത് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് വീണ്ടും ആ സസ്പെൻഷൻ, എയർ സസ്പെൻഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൺട്രോൾ സസ്പെൻഷൻ നമുക്ക് ഫങ്ഷൻ ആക്കാൻ സാധിക്കുകയുള്ളൂ.